ഹൈ വാല്യൂ ടാർഗറ്റുകൾ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് സ്ഥിരീകരിക്കപ്പെടാത്ത വിവരം. പാകിസ്ഥാൻ മാധ്യമങ്ങൾ പറയുന്നത് മൗലാന മസൂദ് അസറിന്റെ വീടും ജവാൽപൂരിലെ മൗലാന മസൂദ് അസറിന്റെ വീട് തന്നെയും ഇന്ത്യ ടാർഗറ്റ് ചെയ്തു. 14 പേർ മൗലാന മസൂദ് അസറിന്റെ വീട് കോമ്പൗണ്ടിൽ ഉണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ വൈകുന്നേരം ആകുമ്പോഴേക്ക് ഒരു പക്ഷേ കാഷ്വാലിറ്റിയുടെ മൊത്തം എണ്ണമെടുപ്പ് പൂർത്തിയാകൂ എന്ന് തോന്നുന്നു. മൗലാന മസൂദ് അസറിനെ തന്നെ ലക്ഷ്യം വെച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ ക്യാമ്പ് മാത്രമല്ല, വീടും ലക്ഷ്യം വെച്ചിരിക്കുന്നു. മർക്കസ് സുബൻ അള്ള എന്നുള്ളത് ജയ്ഷെ മുഹമ്മദിന്റെ ബഹാവൽപൂരിലെ കേന്ദ്രമാണ്, ആസ്ഥാനമാണ്. നിരവധി ടെററിസ്റ്റുകളുടെ ലോഞ്ച് പാഡാണ് മർക്കസ് സുബൻ അള്ള. മാത്രമല്ല, മൗലാന മസൂദ് അസറിന്റെ വീടും ഇന്ത്യ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെയാണ് മർക്കസ് തൈബ, ലഷ്കർ ഇ തോയ്ബയുടെ മുരീദ് കയിലെ കേന്ദ്രം ഇവിടെയാണ് ഇന്ത്യക്കെതിരെ നടന്നിട്ടുള്ള വലിയ ഭീകരാക്രമണങ്ങളുടെ, മുംബൈ ഭീകരാക്രമണങ്ങളുടെ അടക്കം ആസൂത്രണം നടന്നിട്ടുള്ളത്. ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെയും അതുപോലെ തന്നെ തഹാവൂർ റാണയെയും ഒക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള, അജ്മൽ കസബിനെ പരിശീലിപ്പിച്ചിട്ടുള്ള ലഷ്കർ ഇ കേന്ദ്രം മുരീദ് കെ അടക്കം തകർത്തിരിക്കുകയാണ്. ഇപ്പോൾ അർജുൻ പീതാംബരൻ ഒരിക്കൽ കൂടി വിവരങ്ങളുമായി ചേരുന്നു. അർജുൻ, ഈ മസൂദ് അസറിന്റെ ക്യാമ്പ് മാത്രമല്ല, ജയ്ഷെ മുഹമ്മദിന്റെ ക്യാമ്പ് മാത്രമല്ല, വീടും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട വിവരമാണോ? സ്ഥിരീകരിക്കപ്പെട്ട വിവരമാണ്. അത് പാകിസ്ഥാൻ മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്നു. അതായത് മൗലാന മസൂദ് അസറിന്റെ വീട്, ജാവൽപൂരിലുള്ള മൗലാന മസൂദ് അസറിന്റെ വീട് ടാർഗറ്റ് ചെയ്തിരിക്കുന്നു, ലക്ഷ്യം വെച്ചിരിക്കുന്നു. അവിടെ 14 ഭീകരർ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം പാകിസ്ഥാൻ മാധ്യമങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് തങ്ങളുടെ മണ്ണിൽ ഭീകരരില്ല, ഭീകര താവളങ്ങളില്ല, തങ്ങൾ ഭീകരർക്ക് പിന്തുണ നൽകുന്നില്ല എന്ന് പലവട്ടം പലകുറി UN-ലടക്കം പ്രസംഗിച്ച പാകിസ്ഥാന്റെ കള്ളങ്ങൾ ഓരോന്നോരോന്നായി പൊളിഞ്ഞ് വീഴുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതും പാകിസ്ഥാൻ അകത്ത് നിന്ന് വരുന്ന വാർത്തയാണ്. ഇതേ രീതിയിൽ തന്നെ പോവുകയാണെങ്കിൽ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വൈകിട്ടോടുകൂടി ഒരു വ്യക്തമായ ചിത്രം എത്ര പേർ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ലഭ്യമാകുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. നേരത്തെ ഈ പ്രതിരോധ മേഖലയിലെ വിദഗ്ധർ വ്യക്തമാക്കിയ പോലെ തന്നെ 1971 ശേഷം ഇന്ത്യ പാകിസ്ഥാൻ മണ്ണിൽ നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. അതായത് കൃത്യമായി ലക്ഷ്യം വെച്ച് അടിച്ചിരിക്കുന്നു. അതെല്ലാം തന്നെ പാകിസ്ഥാന്റെ തലച്ചോറിനെ തന്നെയാണെന്ന് പറയാം. പാകിസ്ഥാന്റെ പല കാര്യങ്ങളും നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ആ ഭീകരരെയാണ്, ഭീകരവാദ കേന്ദ്രങ്ങളെയാണ്, അവരെ എല്ലാവരെയും ഇതിനോടകം തന്നെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു. അതിൽ മരണങ്ങൾ ഭീകരമായിട്ട് തന്നെ ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളടക്കം എന്തായാലും വൈകാതെ തന്നെ വരുമെന്നുള്ള കാര്യം വ്യക്തമാണ്. എന്തായാലും ഇപ്പോൾ ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട് ഒമർ അബ്ദുള്ളയുടെ ഭാഗത്തു നിന്നും. അതായത് ഈ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ ആയുധം താഴെ വെക്കണം എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നിരപരാധികളായിട്ടുള്ള കശ്മീരികളെ, ആളുകളെ ലക്ഷ്യം വെക്കരുത്. ഇപ്പോഴും ഈ അതിർത്തിയിൽ നിയന്ത്രണ രേഖയോട് സമീപത്ത് പാകിസ്ഥാൻ ലക്ഷ്യം വെക്കരുത് എന്നതാണ് ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ പ്രതികരണം. ഇപ്പോഴത്തെ പാകിസ്ഥാൻ പലയിടത്തും പ്രകോപനം ഈ നമ്മുടെ തിരിച്ചടിക്ക് പിന്നാലെ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ദുർബല പ്രതിരോധം എന്ന നിലയിൽ മാത്രമേ ഇപ്പോൾ നമ്മുടെ സേന കാണുന്നുള്ളൂ. ഇപ്പോൾ സ്ഥിതിഗതികൾ വിലയിരുത്താൻ വേണ്ടി മന്ത്രിസഭയുടെ ഉപസമിതി സുരക്ഷാ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളത് ഇപ്പോൾ ചേരുന്നു. മന്ത്രിസഭാ യോഗവും ചേരാൻ പോകുന്നു. അതിനിടയിൽ സംയുക്ത സൈനിക മേധാവി പ്രതിരോധ മന്ത്രിയെ കണ്ടു. രാവിലെ തന്നെ സേനാ മേധാവിമാർ പ്രതിരോധ മന്ത്രിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ഈ ദൗത്യം നടക്കുമ്പോൾ അതിനെ നേരിൽ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു പ്രതിരോധ മന്ത്രി. രാജ്യമാകെ അലർട്ടാണ്. ഉത്തർപ്രദേശിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടെ അതിജാഗ്രത തുടർന്നു. അതിർത്തി മേഖലയിൽ നമ്മുടെ സാധാരണ പൗരന്മാരെ ഒഴിപ്പിക്കുന്നു, ബങ്കറുകളിലേക്ക് മാറ്റുന്നു, സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നു. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് എയർ സ്ട്രൈക്കിനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ വിമാനങ്ങൾ ആകാശത്തുണ്ട്, സദാ ജാഗ്രതയിൽ ആണ് എന്നതാണ് ഏറ്റവും പ്രധാനം.